ഒരു സേഫ്റ്റി ഒക്കെ ഉണ്ടോ? നമ്മൾ കയറുമ്പോൾ സാധനം പിടിച്ചു വീണാൽ എന്തോ നീന്താനും അറിയത്തില്ല. ഞങ്ങളൊരു റീല് കണ്ടായിരുന്നു ഒരു ഫുഡ് സ്പോട്ടിന്റെ അവിടെ ഇഫ ചിക്കനോ ഇഫ ചിക്കൻ ചങ്ങനാശ്ശേരിയില് നല്ല ഇഫ ചിക്കൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇഫ ചിക്കനും അങ്ങനത്തെ സാധനങ്ങള് കഴിക്കാം. പക്ഷെ നമ്മൾ പോയി ചങ്ങനാശ്ശേരി ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടേ അങ്ങോട്ട് കയറുന്നുള്ളൂ. ഡെയിലി ഒബ്സർവേഷൻ പ്ലസ് ഫുഡിങ് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ അജണ്ട. ഓക്കെ ഗായ്സ്, ഇന്ന് നമ്മൾ മലയോരം വിട്ട് തീരദേശത്തേക്ക് പോവുകയാണ് അല്ലേ? അതെ, സൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടോ ആവോ? അപ്പൊ നമ്മൾ ബൈക്ക് വെച്ചുള്ള ഒഫീഷ്യൽ ലോങ് ട്രിപ്പാണിത്. നമ്മൾ നമ്മുടെ ലോക്കൽ ഏരിയ വിട്ട് പോകാൻ പോവാണ്. അതെ, നമ്മൾ ലോക്കൽ ഏരിയ വിട്ട് തീരദേശത്തോട്ട് പോകും. വീക്കലി ഒബ്സർവേഷൻ പാർട്ട് 4. നമ്മൾ പറഞ്ഞായിരുന്നു പത്തനംതിട്ട ഫുള്ള് കാണിച്ചിട്ടേ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നത്. പത്തനംതിട്ട മുഴുവനായിട്ട് കാണാൻ ഇനിയും 1-2 സ്പോട്ട് കൂടെ കാണുമല്ലേ? ഒന്നുമില്ല, കുറച്ചിപ്പോ സ്ഥലമുണ്ട്. നമ്മൾ ഒരു എപ്പോഴും പത്തനംതിട്ട എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കണ്ടല്ലോ. നമുക്കിപ്പോ ഡയറക്റ്റ് ചങ്ങനാശ്ശേരി ചെന്ന് ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ട് പിടിക്കാം. അവിടെ കുറെ കാണാൻ സ്ഥലമുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഇവരെ കാണിച്ചിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വരാം. ഓക്കെ, അപ്പം വീക്കിലി ഒബ്സർവേഷൻ പാർട്ട് 4, മലയോരങ്ങളിൽ നിന്നും തീരത്തേക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ 2 വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെ 4 ആവുന്നത്? ശരിയല്ലേ? പാർട്ട് 3. ഇപ്പോൾ നമ്മൾ എവിടാണ്? നമ്മളിപ്പം തെക്കേമല. I-20 I-20 ആണ്. I-10 അല്ലേ? I-20 പണ്ടത്തെ I-20. അളിയന്റെ I-20 ആയിരുന്നു. അളിയൻ ഇങ്ങനെ മഴയത്ത് വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് പോയപ്പം ഒരു വളവ് തിരിച്ചതാ. ഒരു പെണ്ണിങ്ങനെ റോഡ് വെട്ടിച്ച് നടുക്കൂടെ കയറി വന്നു. ആ പെണ്ണപ്പോഴത്തേനും വണ്ടി അങ്ങ് വീഴ്ത്തി. അവള് മാറിയപ്പോഴത്തേക്കിന് അളിയൻ കണ്ണടച്ചിട്ട് ആ വണ്ടിയുടെ മണ്ടയെ കൂടെ കയറ്റിക്കൊണ്ട് പോയി. I-20 ടോട്ടൽ ലോസ് ആയോ? 4 ലക്ഷത്തിന് കണ്ടു കൊടുത്ത വണ്ടി. ആ പെണ്ണിന്റെ വണ്ടി ഫുള്ള് പോയി. ഒരു M80 എടുത്താലോ? ബാങ്കിന്റെ വണ്ടി ഐസ് ചെയ്താലോ? SBI SLR കാണും ഫ്രണ്ടില്. ഇന്നത്തെ ടൂറിംഗ് വ്ളോഗ് ഒരു മണി ഹേസ് വ്ളോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് വല്ല ഈ ഏതെങ്കിലും മൈരന്മാർ ഇത് കുത്തി തുറന്നാൽ നമ്മളെ നെഞ്ചത്തിരിക്കും. ഇതാണ് വേൾഡ് ഫേമസ് കോഴഞ്ചേരി പാലം. ഹൈസ്റ്റ് ചെയ്യുന്നു, താഴെയുള്ള റബ്ബർ ബോട്ടിലേക്ക് എടുത്ത് ചാടുന്നു, പറന്നു പോകുന്നു. എന്നിട്ട് ഈ പാലത്തിന്റെ അടിയിൽ കൂടാണ് പുണ്യനാഥ പമ്പ ഒഴുകുന്നത്. പോലീസ് ചെയ്യുന്നു, മൈര് പിടിച്ചു നിർത്തുമോ വീഡിയോ എടുക്കുന്നത്? അവരെ ഗണ്ണുണ്ടോ? ഉണ്ട്, SLR ഉണ്ട്. വാച്ചിക്കളയില്ലേ നമ്മളെന്തെങ്കിലും ചെയ്താ? പിന്നെ അല്ലയോ, അവർക്കത് വെടിവെക്കാൻ അറിയാവുന്ന എനിക്കറിയത്തില്ല. ഞങ്ങള് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ 1 ആയിട്ടേക്കുന്നല്ലേ? അത്യാവശ്യം നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്. ഒടിയൻ വരാൻ പോവാ. അതെ, പൃഥ്വിരാജ് സുകുമാരന്റെ ഒടിയൻ, പ്രൊഡക്ഷൻ കമ്പനി കരൺ ജോഹാറിന്റെ. അപ്പൊ അവന്മാർ അത്യാവശ്യം കോടികൾ ഇറക്കുമായിരിക്കും. കോട്ടയം 36 കിലോമീറ്റർ. പക്ഷെ നമ്മൾ കോട്ടയത്തോട്ടല്ല പോകുന്നത്. നമ്മുടെ അജണ്ട എന്തുവാ? നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്, നമ്മളൊരു ഡെയിലി ഒബ്സർവേഷൻ ചാനലാണല്ലോ. പക്ഷെ നമുക്കൊരു എയിം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വ്യൂസ് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അവിടെ നമ്മൾ ഇന്നൊരു ഫുഡ് സ്പോട്ട്, ഞങ്ങളൊരു റീല് കണ്ടായിരുന്നു ഒരു ഫുഡ് സ്പോട്ടിന്റെ അവിടെ ഇഫ ചിക്കനോ ഇഫ ചിക്കൻ ചങ്ങനാശ്ശേരിയില് നല്ല ഇഫ ചിക്കൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇഫ ചിക്കനും അങ്ങനത്തെ സാധനങ്ങള് കഴിക്കാം. പക്ഷെ നമ്മൾ പോയി ചങ്ങനാശ്ശേരി ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടേ അങ്ങോട്ട് കയറുന്നുള്ളൂ. ഡെയിലി ഒബ്സർവേഷൻ പ്ലസ് ഫുഡിങ് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ അജണ്ട. ഇപ്പൊ നമ്മള് ഇരുവിപേരൂർ ആവാറായി. ഇരുവിപേരൂർ എന്ന് പറയുന്നത് തിരുവല്ലയ്ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. പോയി ഇരുവിപേരൂരായി. ഇതാണ് ഇരുവിപേരൂർ ജംഗ്ഷൻ. പ്രൈവറ്റ് ബസ് ഒക്കെ നിർത്താൻ പോവാന്ന് പറയുന്നു. പ്രൈവറ്റ് ബസ് നിർത്തട്ടെ. എനിക്ക് പ്രൈവറ്റ് ബസ്സിനോട് ഒരു താല്പര്യമില്ല. ഇവിടെ പ്രൈവറ്റ് ബസ്സിന്റെ ലവേഴ്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ സോറി. ഒന്നാമതേ KSRTC പേടിച്ച് റോഡിൽ വണ്ടി ഇറങ്ങാൻ ഒക്കത്തില്ല. ഇപ്പൊ പ്രൈവറ്റ് ബസ് ആരും കൂടാ ഫോൺ അടിക്കും ബ്ലോക്കിനൊക്കെ വന്നിട്ട്. കായംകുളത്ത് ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായത് അറിഞ്ഞായിരുന്നു. 2 ബസ്സുകാർ തമ്മിൽ വഴക്കായിട്ട് ഒരുത്തം കൊണ്ടുവന്ന് മറ്റേ ബസ്സിലിട്ട് ജീവിക്കാനുള്ള നെട്ടപ്പാടാന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർ കൂടെ ജീവിക്കണ്ടേ? നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സീനിയർ സിറ്റിസനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. ജീപ്പ് അല്ലല്ലോ, ജീപ്പ് കമ്പനി അല്ലേ? ഓൾഡ് ബുള്ളറ്റ് തിന്നാൻ പോന്നു. ചേട്ടനും അനിയനും പോന്നു. ടിയാഗോയോ അൾട്രോസ്. കട്ട വെയിലത്ത് ഈ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോകേണ്ട ഉദ്ദേശം? മഴ പെയ്താലും ഒരു കൊല അങ്ങ് എടുത്തോ, നമുക്ക് ഷാപ്പിൽ എക്സ്ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാം. ഓവർടേക്കാൻ പാടില്ല. നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല.
നമ്മൾ റെസ്പോൺസിബിൾ, സെൻസിബിൾ ആൻഡ് ഡിസിപ്ലിൻ ആണ്. അവൻ ക്യാമറ നോക്കിയിട്ടുണ്ട്. അവനൊരു ഷൗട്ട് ഔട്ട് ഉണ്ടേ. സോ ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. ഈ ചാനൽ വളർത്തുക, അതിൽ നിന്നുള്ള റെമ്യൂണറേഷനിൽ നിന്ന് നമ്മൾ റൈഡിംഗ് ഗിയർ മേടിക്കും, ചാനലിന് വേണ്ടിയുള്ള വ്ലോഗിംഗ് ഗിയർ മേടിക്കും, വണ്ടികൾ മേടിക്കും, അത് മോഡിഫൈ ചെയ്യും. ഓൾ കേരള പോവും, ഓൾ ഇന്ത്യ പോവും, പിന്നെ നേപ്പാൾ, പാകിസ്ഥാൻ, ചൈന, ഇന്റർനാഷണൽ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. നമുക്കൊരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കണം. അതിൽ ഭാഗമായ നിങ്ങളെ ഞങ്ങൾ ഇപ്പോഴേ ക്ഷണിക്കുന്നു. അതെ, അടുത്തങ്ങ് ജീവിതം അടുത്ത്. ഇവിടെ വലിയൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട്, വിജയ ഇന്റർനാഷണൽ. റോഡ് സേഫ്റ്റി കുറച്ച് സ്പീഡ് വീട് ഇവിടെ നിർത്തണ്ട, അവര് വണ്ടി തിരിച്ചു കാണും. ഇല്ല, കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒറ്റ നേരെ നോക്കി ഓടിക്കുള്ള ചെയ്യും. ഞാൻ കണ്ടു ബ്രോ പാണ്ടിത്തോറിയെ ഇറക്കിക്കൊണ്ട് വരും. ഡിസ്ട്രാക്റ്റഡ്. എന്തിന്? ഒരു സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുമ്പോ വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം കയറാൻ. ആലപ്പുഴ നേരെ, അങ്കമാലി റൈറ്റ്. കുമളി പോണോ? കുമളി വേണേ നമുക്ക് പോവാന്നാണ്. പാല, കുമളി. പുള്ളി ആ ലീക്കിനകത്തുനിന്ന് വെള്ളം എടുത്തോണ്ട് പോകുന്നോ? അത് അവിടെ രൂപ നാറ്റവും. പുള്ളി ഇനി നേരെ പോകുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ടായിരിക്കും. എന്നിട്ട് ചായ അടിച്ച ആൾക്കാർക്ക് കൊടുക്കും. ചങ്ങനാശ്ശേരി ആയോ? യാ, ഇതൊന്നും ഇങ്ങനെ ഓടിക്കുന്ന ഇങ്ങനെ അടുത്ത് പോയിക്കേ. അതെന്താത്? അങ്ങനെ മറ്റേ തുഞ്ചത്തിരുന്നോ ഓടിക്കുന്നത്? പുള്ളി ടൂറായിരിക്കുവാന്നോ? പുള്ളി ടൂറാനിരിക്കുവാന്നോ? പുള്ളിക്ക് നീളം കാണും ബ്രോ. ബാക്കിലോ ഡെലിവറി ഇരിക്കണ്ടേ? അത് മുട്ട അകത്തി വെച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ അതുകൊണ്ട് പുള്ളി മറ്റേ തുഞ്ചത്തായിരിക്കുന്നത്. ഇവിടെ ഒരു ചിക്കിങ് ഉണ്ട് ബ്രോ. ചിക്കിങ് ഇവിടെ ഏതെങ്കിലും ഇടവഴി ഉണ്ട്? ഇടവഴി കയറി പോയാലോ? അതെ, ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഇടവഴി ഉണ്ട്. അവിടെ ഇടവഴി കയറി. ഗൈസ്, ലെഫ്റ്റ് സൈഡിൽ വീടുകളുണ്ട്, റൈറ്റ് സൈഡിലും അതേ വ്യൂസ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഇച്ചിവിടെ കണ്ടുണ്ട് വാസ്റ്റ് ആയിട്ട്. ഇങ്ങനെ ദാണ്ട് പാലങ്ങളുണ്ട്. പാലങ്ങൾ വഴിയാണ് ആൾക്കാർ അപ്പുറത്തോട്ട് പോകുന്നത്. മഴയൊക്കെ വരുമ്പോ പക്ഷെ ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ. സൈഡിൽ ഇവിടെ വെള്ളം, അതൊരു വരമ്പാടാ. ആ വരമ്പിലാ വീട് നിൽക്കുന്നത്. ആ കാണുന്ന വീടെല്ലാം വരമ്പിലാ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പാലമുണ്ട് കണക്ട് ചെയ്ത്. അപ്പുറത്തും വെള്ളം, ഇപ്പുറത്തും വെള്ളം. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? മീൻ കാണും പിന്നെ. സോ ഗൈസ്, നമ്മളുടെ തീരദേശ എക്സ്പ്ലോറേഷൻ നമ്മളെ ഇപ്പൊ ഒരു ഹൈവേ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലേ? ബ്രസീൽ. ബ്രസീൽ ഫാൻസാ. കഴിഞ്ഞ വേൾഡ് കപ്പ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എംബാപ്പെ നൈസ് കളിയായിരുന്നു. എംബാപ്പെ ഒറ്റയ്ക്ക് അർജന്റീനയെ വിറപ്പിച്ച്. ലാസ്റ്റ് പെനാൽറ്റി ഷൂട്ട് ആണെങ്കിലും ഒറ്റ മൈരന്മാർക്ക്, എംബാപ്പയ്ക്ക് അല്ലാതെ ഒറ്റ മൈരന്മാർക്ക് സ്കോർ ചെയ്യാൻ അറിയത്തില്ല. റൈറ്റിലോട്ട് കണ്ടത്തിന്റെ നടുക്കൊരു റോഡ് ഉണ്ടായിരുന്നു. അത് എവിടാണ് ഞാൻ നോക്കുന്നത്. ഇതൊക്കെ എടുക്കപ്പോ മറക്കാതെ. നല്ല വ്യൂ ആ ഇവിടെ, നല്ല മഴയും. രണ്ട് സൈഡും എപ്പോഴും നല്ല വ്യൂ ആ ഇവിടെ. ഈ പാലം കയറിപ്പോ എങ്ങോട്ടെത്തും? മുട്ടാറ്. ചക്കുളത്ത് കാവും. ചക്കുളത്ത് നമ്മുടെ ഗോകുലുണ്ട്. നമ്മുടെ അടുത്ത പ്ലാനെ പറ്റി പറ. നമ്മുടെ ഒരു അടുത്ത വീഡിയോ ചിലപ്പോ ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും. വ്യൂയിങ് ആംഗിളിൽ ഒരു വ്യത്യാസം വന്നു കാണും അല്ലേ? ഞാൻ എന്റെ ഫോൺ മാറ്റി. ഫോണിന് ചാർജ് ഇല്ലായിരുന്നു, അപ്പൊ ഫോൺ മാറ്റി. ഉണ്ട്. അനീര എന്റെ XR 10R എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിലായിരിക്കും ബാക്കി ഷൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു കരിക്ക് കുടിച്ചു. അതെ, ഞങ്ങളിപ്പോ ഒരു കരിക്ക് കുടിച്ചു. ഞാൻ കരിക്ക് കുടിച്ചു, അനീരൊക്കെ തേങ്ങ കഴിച്ചു. കരിക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് തേങ്ങ എടുത്തു തന്നു. ഞാൻ എന്നിട്ട് തേങ്ങ കൊത്തി തിന്നോണ്ടിരിക്കുവായിരുന്നു. പകുതി എടുത്തായി തോട്ടിക്കളഞ്ഞു. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. സോ മഴ ഇതിൽ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി. അല്ല, ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുക, ഈ മണ്ടന്മാർ എന്താണ് ഈ വണ്ടി എടുത്തോണ്ട് ചുമ്മാ റോഡിൽ കൂടെ ഓടിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വീക്ക്ലി ഒബ്സർവേഷൻസ് ആണ്. റോഡിൽ കാണുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളോട് പറയും അതെ എന്തൊക്കെ ഇവിടെ നടക്കണം. ഇറ്റ് സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓരോ ആൾക്കാരുടെ ബിഹേവിയർ, ഓരോ സ്ഥലങ്ങള്, നമുക്ക് തോന്നുന്നതെല്ലാം നമ്മൾ പറയും. നമുക്ക് തോന്നുന്ന വഴി കൂടെ അല്ല നമ്മൾ പോകും. ഈ ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ ഒരു വഴി കണ്ട അതുവഴി പോയാൽ എന്താണ് എന്ന് ആൾക്കാർ ചിന്തിക്കത്തേ ഉള്ളൂ. അതെ, നമ്മൾ ഇൻട്രസ്റ്റീവ് തോട്ട്സ് വെച്ചിട്ട് നമ്മൾ അതിനെ വൈൽഡായിട്ട് റൺ ചെയ്യാൻ വിടും. നമ്മൾ പോകും.
അതെ, പുള്ളി എന്ത് റിസ്ക് എടുക്കുന്നേ? അതങ്ങോട്ടൊന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ പിള്ളേരെ 2 കാലങ്ങ് ചെത്തിപ്പോവും. ഫൈനൽ ഡെസ്റ്റിനേഷൻ നമുക്കൊന്ന് ഉപദേശിച്ചാലോ ചേട്ടാ, ഇങ്ങനൊന്നും വെച്ചോണ്ട് പോരുതൊന്നും. കയറാൻ വൈകി എന്ന് പറയും വണ്ടിയിൽ ഇരുന്നിട്ട്. ഓ CR7 വിത്തൗട്ട് ബോഡി. വിത്തൗട്ട് ബോഡി വിത്തൗട്ട് ഷർട്ട്. ബ്രോ താറാവ് മുട്ട വേണോ? നല്ല പ്രോട്ടീനാ. താറാവ് മുട്ട ഒരു കോഴിമുട്ടയുടെ 2 ഇരട്ടിയുണ്ട്, അറിയാവോ? അങ്ങനൊന്നുമില്ല, വലിപ്പമുണ്ട്, അറിയത്തില്ലായിരുന്നു. സെയിം വലിപ്പമാ. താറാവ് മുട്ടയ്ക്കും കോഴിമുട്ടയ്ക്കും സെയിം വലിപ്പമാണോ? ബ്രോ യു ആർ ഡിലൂഷണൽ. ബ്രോ ഞങ്ങളുടെ വീട്ടിൽ താറാവൊക്കെ ഉണ്ടായിരുന്നു ബ്രോ. ബ്രോ താറാമുട്ടയും കോഴിമുട്ടയും തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ട്. ചെറിയൊരു വ്യത്യാസം കാണും, ഇരട്ടിയൊന്നുമില്ല. ഇരട്ടിയില്ലേലും വലിപ്പമുണ്ട്, വലിപ്പമുണ്ട്, നോട്ടീസബിൾ വലിപ്പമുണ്ട്. ചെറിയൊരു വ്യത്യാസമല്ല, നോട്ടീസബിൾ വലിപ്പം. 10% വലിപ്പം കാണും. 10% വലിപ്പം ഉണ്ടായിരിക്കും. അല്ലല്ല, താറാമുട്ട വെള്ളയാ, അതറിയാവോ ബ്രോ? മോർ ദാൻ 10%. കോഴിമുട്ട ഇത്രയുള്ള, താറാമുട്ട ഇത്രയുണ്ട്. അങ്ങനൊന്നുമില്ല, അത്രയുണ്ട്. താറാവിനെ വളർത്തിയിട്ടുണ്ടോ? പറയുന്നുണ്ട്. ഞങ്ങൾ താറാവിനെ വളർത്തുന്ന കണ്ടിട്ടുണ്ട്. ഈ മഴ അങ്ങ് മാറി നല്ലൊരു വെയിൽ വന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഈ ക്യാമറ തുടക്കണ്ടായിരുന്നു. ഒരു തോട്ടി എടുത്ത് ഫോണിൽ കെട്ടി വെച്ചിട്ട് ഡ്രോൺ ഷോട്ട് എടുത്താലോ? നമ്മള് ഡ്രോണൊക്കെ മേടിക്കും വൺ ഡേ. എന്റെ വീട്ടിലേ മറ്റേ അല്ല ചെലന്തിമല അടിക്കുന്ന മറ്റേ എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള കമ്പി ഉണ്ടല്ലോ, അതുണ്ട്. അത് നമുക്ക് വളച്ചൊക്കെ വെക്കാൻ പറ്റും, അതിന്റെ തുമ്പ്. അത് വളച്ച് വെച്ചിട്ട് ഫോൺ കെട്ടി വെച്ചാലോ? എന്നാ വ്യൂ! വൈഡ് ലെൻസ് ആയിരുന്നു നല്ല വ്യൂ കിട്ടിയത്. നല്ല വീടുകൾ. റെസ്റ്റോറന്റ് അത് ഇവിടെ ഉണ്ടോ? ഇത് ഇവിടുത്തെ സൂപ്പറാ. നീ കേട്ടിട്ടുണ്ടോ? എന്ത് തിന്നേ? പൊറോട്ട, നൂൽപുട്ട്, അപ്പം, കള്ളപ്പം, മട്ടൻ കറി ആയിരുന്നു, ചിക്കൻ കറി, ചിക്കൻ മപ്പാസ്, ബീഫ് അവിടെ ഉണ്ട്. പത്തനംതിട്ടയിൽ താറാവ്, മറ്റേ ഇതും മപ്പാസ്. ഇവൻ മപ്പാസ് എല്ലാം നോക്കുന്നു. മൈനസ് 2 വട്ടം തോപ്പിച്ചാലും ബ്രോ ആവീസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ കയറി കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ്. വയലിലെല്ലാം കൃഷിയാണ്, ആൾക്കാർ വള്ളം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴയൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ബ്രോ ആലപ്പുഴയിലോട്ട് പോകുന്തോറും മഴ കൂടുവാണല്ലോ. 1 ലിറ്റർ എഥനോൾ ഉണ്ടാക്കാൻ 10,000 ലിറ്റർ വെള്ളം വേണം ബ്രോ. മുംബൈയിൽ വെള്ളമില്ല. 30 ദിവസത്തേക്ക് കണ്ടുള്ള വെള്ളം കൂടെ ഉള്ളെന്ന് പറഞ്ഞിട്ട് തീർന്നു കാണുമെന്നേ മയില്. നമ്മളുടെ ഇൻട്രൂസീവ് തോട്ട്സ്. ആ വഴി എവിടെ വരെ ഉണ്ടായത് അറിയത്തില്ല. റൈറ്റിലോട്ട് ഞാനൊരു വഴി കണ്ടു, നമ്മൾ ആ വഴി അങ്ങ് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ വേണേ ക്യാമറ മാറ്റാം. അതിന്റെ മുന്നേ ആയിട്ട് ക്യാമറ മാറ്റാൻ ചാർജ് ആവണ്ടേ? ഗുണമില്ലാത്ത വഴിയാണല്ലോ. താറാക്കൂട്ടം കൂട്ടം താറാ. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് സൈഡിൽ വണ്ടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മുടെ ഇൻട്രൂസീവ് റോഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെക്കപ്പിന് വേണ്ടി നിർത്തിയതാണ്. അതെ, ഇൻട്രൂസീവ് റോഡിൽ നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്. ഇതെവിടെ പോകും? കോന്നണം വരെ നമ്മൾ പോകും. നമുക്ക് ആരെ പേടിക്കാൻ? അങ്ങോട്ടൊക്കെ എനിക്ക് ഫുള്ള് ഇങ്ങനത്തെ സ്ഥലമാണോ? അവിടെ വരെ? എവിടം വരെ? അങ്ങ് വരെ എനിക്കറിയത്തില്ല. എനിക്ക് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. കണ്ട ഇഷ്ടം പോലെ ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാത്തൊരു വഴിയിലൂടെ നമ്മൾ പോകുന്നത്. അതെ 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 അതെ. ഒരു പള്ളിയുണ്ട് ഇവിടെ. എക്സ്പ്ലോറിംഗ് ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് ആലപ്പുഴ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇതുവഴി വരത്തില്ലെന്ന്. ഞങ്ങൾ ചുമ്മാ നിങ്ങളെ പറ്റിക്കുവാണെന്ന്. അല്ല, ഞങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ ചേറിന്റെ മണം. അതെ, നല്ല ചേറിന്റെ മണം. മഴയായതുകൊണ്ടാണ്. ചൂണ്ടയുണ്ടായിരുന്നു, ചൂണ്ടയിടായിരുന്നല്ലേ? അതെ അതെ. അപ്പോൾ ഫിഷിംഗ് വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ. നമ്മളിതാ എവിടോ എത്തിച്ചേർന്നിരിക്കുകയാണ്. റോഡ് എൻസ് ഹിയർ, ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ ഒരു ക്യൂരിയോസിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ആ റോഡിൽ കൂടി ഇങ്ങോട്ട് വന്നാൽ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മളെല്ലാ റോഡും കവർ ചെയ്യും. രാത്രിയിലൊക്കെ ആണെങ്കിൽ അവർ പോയി വെള്ളത്തിൽ ചാടുമല്ലോ. റോഡ് എൻസ് ഹിയർ. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. റോഡിന്റെ അവസാനം വരെ നമ്മൾ ചെന്നു. അതുകൊണ്ട് ആ ഹൈവേ, അതുകൊണ്ട് ആ കാണുന്ന പാലത്തിന്റെ അവിടെ കൂടാണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് ഇനിയും പോകുന്നത്. അങ്ങോട്ട് പോയാലും ഇതേപോലെ എൻഡിങ് ആയിരിക്കത്തില്ല ബ്രോ. കുഗ്രാമമേ റോഡ് എൻസ് ഹിയർ. നേരെ വെള്ളമല്ലേ? അല്ലല്ല, സോറി.
വഴി ഉണ്ടോ? നമ്മള് ഊമ്പിട്ടടാ മുഴുവനായിട്ട്. നമ്മളിതാ നേരെ പോയ കായൽ പള്ളി പോകുന്ന വഴിയാ. ഇതാണ് ആലപ്പുഴയുടെ പ്രത്യേകത. ഇത് കണ്ടമാണോ അതോ കായലാണോ? അതാണ്ട് ബോട്ട് ചട്ടി കായലാ ബ്രോ. കണ്ടമെന്ന് പറഞ്ഞ പോലെ ഇറങ്ങിയ പോകും. നേരെ ആരാ കണ്ടോന്ന് പറഞ്ഞിട്ട് കായലിൽ ഇറങ്ങുന്നേ? ഈ പത്തനംതിട്ടക്കാരെ കൊണ്ട് തോറ്റു. എന്റെ തനി സ്വരൂപം എടുപ്പിക്കരുത്. നല്ല പേര, ശാന്തമായ ഒരു സ്ഥലം. അതെ, നല്ലൊരു വ്യൂ. നല്ലൊരു വ്യൂ. അതാണ് എന്റെ മനസ്സാദ്യമേ പിടിച്ചടക്കിയത്, ഈ ഒരു വ്യൂസ് ആണ്. ഈ വഴിയാണ് ഇയാൾ പറഞ്ഞേ. ആ ഓക്കെ ഗൈസ്, നമ്മുടെ മെയിൻ അജണ്ടയിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇഫ്താ ചിക്കൻ. ഈ വരന്റെ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ബട്ട് അതിനുള്ള ടയേഴ്സ് നമുക്കില്ല. ഈ വഴിയൊന്നും ആരും വീഡിയോ എടുത്തിട്ടില്ല. ഗൈസ് നോക്കൂ, ഒരു കാള. എന്ത് സെറ്റപ്പിൽ പശുവിനൊക്കെ. അതെ ഗൈസ്, പശു ഇടിക്കോ ഗൈസ്? നിർത്തുന്നേ. പശു ഇടിക്കൂ? ഇടിക്കത്തൊന്നുമില്ല, അങ്ങ് പോ. വായി നീത്തൊക്കെ വീഴുന്നു. വ്യൂ എനിക്കതൊന്നും കാണാം. ഗൈസ് നോക്കൂ, അടുത്ത ഒരു മഞ്ഞപ്പശു. പശുമ്പ അതിന് കാല് വെച്ച് ഏറെറിഞ്ഞാൽ നമ്മൾ തീർന്നു. ഇങ്ങനെ പേടിക്കല്ലേ, പശുവിനെ കണ്ടിട്ടില്ല. ഇതൊക്കെ കൊക്കിനെയൊക്കെ കണ്ടോ? ഭയങ്കര നിങ്ങളുള്ളതല്ലേ ബ്രോ? കൊക്കെല്ലാം അങ്ങനെ ബ്രോ. ജെട്ടി അല്ല, ഫെറി. അവിടെ നിർത്ത്. നേരെ വെള്ളത്തിൽ ചാടില്ല. നമ്മൾ എൻഡിങ്ങിൽ ചെന്നു. ഇവിടെ ലോക്കൽ നമ്മൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അവരോട് സംസാരിക്കാതെ പെട്ടെന്ന് മുളഞ്ഞേക്കാം. സോ ഞങ്ങൾ 1x ഇതിലിട്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗായ്സ്, നമ്മൾ ഈ റോഡിൽ കൂടാണ് ഇത്ര നേരം വന്നുകൊണ്ടിരുന്നത്. നോക്കൂ, കൗതുകം. എന്നെ സെറ്റപ്പാണ് ഈ സ്ഥലം. അതെ ഇവിടെ ബീച്ചൊന്നും ഇല്ല. പിന്നെ ആലപ്പുഴയിലെ മുക്കിന് ബീച്ചാന്ന് പറഞ്ഞത്. ആലപ്പുഴ ബീച്ചിന് ഇച്ചിരി കൂടെ പോകണം ഇവിടുന്ന്. തിരിച്ചു പോയി ഇഫാ ചിക്കൻ കഴിക്കണ്ടേ? 1 മണി മഴ മാറി ബ്രോ. അതൊക്കെ കിട്ടുമോ? കിളിയൊക്കെ കിട്ടി. 3x ആണോ? ആ, നമ്മളുടെ ഇൻക്ലൂസീവ് തോട്ട്സ് സൈഡിലേക്ക് മാറ്റി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആലപ്പുഴ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം. പാലം കയറി ഇങ്ങനത്തെ സ്ഥലത്ത് വല്ലതും പോയാലോ? ഓപ്പോസിറ്റ് സൈഡില് പാലം കയറി പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ നല്ല വ്യൂ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ റോഡ് കഴിഞ്ഞു. ഇനി നമ്മൾ ചങ്ങനാശ്ശേരി ഇഫാ ചിക്കൻ കഴിക്കാൻ പോവാണ്. പോകുന്ന വഴിക്ക് നല്ല റോഡ്സ് വല്ലതും കണ്ടാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും വീഡിയോ. സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? കിട്ടണമല്ലോ. ഇതായിരുന്നു ഞങ്ങൾ വന്ന വഴി. റോഡ് കവിഞ്ഞൊരു സെലേറിയ വരുന്നു. ബോർഡാണ്, അതുകൊണ്ടാണ് നമ്മൾ നിർത്തി കൊടുത്തത്. എൽബോർഡ് കണ്ടോ? പുള്ളിയും പേടിച്ചുണ്ട്. പുള്ളി വല്ലതും വെപ്രളം പിടിച്ച് സൈഡിലോട്ടാക്കി വെള്ളത്തിൽ വല്ലതും വീണ എൻ്റെ പൊന്നെ. തിരിഞ്ഞു നോക്കാൻ നമ്മൾ പോകും. നമ്മൾ മുമ്പേ റെസ്റ്റ് ചെയ്തതാണ്ട് ഇവിടെ ആയിട്ടാണ്. അതെ, നമ്മൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറുകയാണ്. ആ വഴി പോയാലോ? അവിടെ റൈറ്റിലോട്ടൊരു വഴി കിടക്കുന്നു. അവിടെ ആ കാർ കിടക്കുന്നത് രോഷാകുലിനെ ജസ്റ്റ് മിസ്. ഇതൊക്കെ വരച്ചോണ്ട് പോയാലേ ഇപ്പൊ പറയും. നമ്മൾ എത്ര നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാലും ഏതെങ്കിലും മൈരൻ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും. ഇവിടെയൊക്കെ കയറുന്നതാണോ? ഇടിഞ്ഞ് വീഴുമോ ഇത്? അപ്പൊ നമ്മൾ വന്ന വഴി തിരിച്ചു പോവാം. അതിന്റെ പൂച്ചക്കുട്ടി, കാക്ക, പൂച്ചക്കുഞ്ഞുങ്ങൾ, നല്ലൊരു പൂച്ച. അല്ല, ഒരു പാത്രം കഴുകുമായിരുന്നു. പിന്നെ ഈ വെള്ളത്തിൽ എങ്ങനെയാണ് കുളിക്കുന്നത്? അല്ലല്ല, വീടിവിടെ കണ്ട് പൊളിയാറായിരിക്കുന്നു. അതിന് വെള്ളം കയറിയുടെ ഇവിടെ കയറി. അപ്പൊ നമ്മളെ വല്ലാതെ നോക്കുന്നു. ബ്രോ, ഇവിടെ കണ്ട് കായൽ കവിഞ്ഞു. അല്ലല്ല, ഇതൊന്നും നല്ല ആഴമുണ്ട്. നല്ല ആഴമുണ്ടായിരുന്നു. ഇത് വണ്ടി ഒന്ന് പമ്മി ഓഫായാലേ തീർന്നു നിന്റെ വണ്ടി. ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണേലും ഇവിടുത്തെ ആൾക്കാർക്കൊരു ദുരിതാവസ്ഥയുണ്ട് ഗൈസ്. താറാവൊക്കെ അതിന് സേഫ്റ്റി ഒക്കെ ഉണ്ടോ? നമ്മൾ കയറുമ്പോൾ സാധനം പിടിച്ചു വീണാൽ എന്തോ നീന്താനും അറിയത്തില്ല. ദൈവമേ, തിരിച്ച് നമ്മൾ കാല് കുത്തുന്ന നേരെ കുഴിയിലോട്ടായിരിക്കണം ഇത്.
നമ്മൾ തീയാൻഡിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിന്റെ മുമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് പോയി. എവിടെ എന്തായിരുന്നു അതിന്റെ പേര്? ഓൺ റൂട്ട് കിച്ചണി നമ്മൾ പോയായിരുന്നു. റിവ്യൂ ഇപ്പൊ പറയുന്നതായിരിക്കും. അതിനെല്ലാം റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും. ഇവിടെ എന്നാ പിന്നെ നിന്നെ ഓവർടേക്ക് ചെയ്തേ. ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാര് ഇങ്ങനെ എന്ത് പലതും കാണിക്കും. എന്തിനാ നിർത്തിയേ? ഓവർടേക്ക് ചെയ്തിട്ട് മൈനം കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തുന്നു. ഓക്കെ ഗായ്സ്, അപ്പം നമ്മള് ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഓൺ റൂട്ട് കിച്ചൺ എന്നും പറഞ്ഞൊരു കടയിൽ കയറി. ഇവനൊരു റീല് വന്നായിരുന്നു. ഇവനെനിക്കത് ഒരാഴ്ച മുമ്പ് അയച്ചു തന്നായിരുന്നു ഇവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. റീൽസിനകത്ത് നമ്മൾ നോക്കിയപ്പോ വീടുവാന്നാ പറഞ്ഞേ. അതെ അതെ അതെ, നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചാണ് പോയത്. അപ്പോൾ ഓൺ റൂട്ട് കിച്ചൺ എന്നാണ് ആ കടയുടെ പേര്. ഇഫ ചിക്കൻ കഴിക്കാൻ ഞങ്ങൾ പോയത് ഒരു റീല് കണ്ടിട്ട്. റീൽസ് നമ്മളിവിടെ കൊടുക്കാല്ലേ? ആ റീൽസ് ഇതിനകത്ത് ഞങ്ങൾ ആടി. ഇനി ചങ്ങനാശ്ശേരിക്കാർക്ക് നല്ല ഇഫ ചിക്കൻ കഴിക്കാൻ അങ്ങ് കൊച്ചു വരെയൊന്നും പോകണ്ട. നേരെ വിട്ടോ നമ്മുടെ തെങ്ങാനുള്ള ഓൺ റൂട്ട് കിച്ചണിലോട്ട്. ഇഫ ചിക്കൻ നാട്ടിലെ ഇഫ ചിക്കന്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ? ഒറിജിനൽ ഇഫ ചിക്കന്റെ ടേസ്റ്റ് എന്തായാലും ഇങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ മൂന്നിയ സാധനം ഇല്ലയോ? അതെ, ഒരു കാശിനും കൊള്ളത്തില്ല. ഒരു ബാർബിക്യൂ അൽഫാം കഴിച്ചൊരു ഫീൽ ഇഫ ചിക്കൻ കഴിച്ചായിട്ട് തോന്നിയതായിരുന്നു ആ റീലിനകത്ത്. പക്ഷെ ആ കട മാത്രം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നല്ല സൗകര്യമുള്ള കടയായിരിക്കും. ഒരേ സമയം ഒരു 10 പേർക്ക് ഇരുന്ന് കഴിക്കാമല്ലേ. സോ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരായിരുന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല? ഒരു രസമില്ല. മധുരം ഭയങ്കര കൂടുതലായിരുന്നു. മസാലയ്ക്ക് ഒരു രസമില്ല. ഇല്ല, രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വരേണ്ടടുത്ത് മധുരം ഇച്ചിരൂടെ കൂടുതൽ മധുരവും മറ്റേ ആ ചിക്കന്റെ അല്ല നോർമൽ മസാല അത്ര അറിയാനുമില്ലായിരുന്നു. ഇതിലും ബെറ്റർ ആയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ, ഇതിലും ബെറ്റർ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ആ റീൽസിൽ പറയുന്നതിന്റെ അത്രയൊന്നും പൊക്കാനുള്ളതൊന്നും ഇല്ല ഇതിനകത്ത്. അത് പൈസ കൊടുത്ത് ഏൽപ്പിച്ചായിരിക്കും. ആ പിന്നെ ഏറെക്കുറെ ആയിരിക്കണം. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് അതുവഴി തീയാൻഡി കയറിയാണ്. തീയാൻഡി കയറി നമ്മൾ ഷവായ തിന്നു, ഷവർമ്മ തിന്നു. ഷവായുടെ കൂടെ വന്ന മറ്റേ ഈ മാങ്ങ അരിഞ്ഞിട്ടൊരു സംഭവമുണ്ട്, സലാഡ്. അതൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? അതങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. പക്ഷെ മറ്റേടത്ത് വന്ന് എന്തോ ക്യാബേജ് അരിഞ്ഞ്. മറ്റേത് ക്യാബേജ്, അതെന്താ വല്ലാത്തൊരു രുചി. ക്യാബേജിന്റെ രുചി. ഒരു കൊട്ട ക്യാബേജ് അരിഞ്ഞ് തന്നു. പിക്കിൾഡ് പോലും അല്ല. തീയാൻഡി നല്ലതാണ്, അതിന്റെ പേര് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. തീയാൻഡി നമ്മളൊരു റിവ്യൂ കണ്ടിട്ട് കയറിയല്ലയോ? തീയാൻഡി നമ്മൾ റിവ്യൂ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, പറയുന്ന റിവ്യൂവരോടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, പാർക്കിങ്ങും ഉണ്ട്, സർവീസും നൈസാണ്. സർവീസും കൊള്ളാം. അത്രയും പേര് അവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് സാധനം വന്നു, പട്ടേന്ന് കഴിഞ്ഞു. മറ്റേ സ്ഥലത്താണെങ്കിൽ മറ്റേ ഓർഡർ ചെയ്ത് ഇച്ചിരി നേരം നമ്മളിരുന്നു, 10-20 മിനിറ്റ് ഇരുന്നു. ഇത് ചെന്നിരുന്നു, അപ്പൊ തന്നെ ആൾ ഓർഡർ എടുക്കാൻ വന്നു. നല്ല സർവീസ് ആയിരുന്നു, നല്ല സർവീസ്. മസാലയും കൊള്ളാം. എനിക്ക് പക്ഷേ ഇച്ചിരി ഷവർമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷവർമ ഇഷ്ടപ്പെട്ടു. ഷവർമ കട നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇവനൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ പോവാ. എല്ലാം തെണ്ടിത്തരം കയ്യിലുണ്ട്. ലെഫ്റ്റിൽ കൂടെ കയറാൻ നോക്കുന്നു, കൂടെ മടക്കൂടെ എല്ലാം വണ്ടി. ഓക്കെ ഗായ്സ്, നമ്മൾ നമ്മുടെ ചാനലിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഫ്യൂച്ചർ ഓഫ് ദ ചാനൽ അല്ലേ? വീഡിയോസ് ക്ലിക്കായി തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഡെയിലി ഒബ്സർവേഷൻസിൻ്റെ കൂടെ ക്യാമ്പിംഗ് കൂടെ സെറ്റ് ആക്കുന്നതായിരിക്കും അല്ലേ? അതെ, ക്യാമ്പിംഗ് അല്ല, ആദ്യം നമ്മൾ കുക്കിംഗ്, ഔട്ട്സൈഡ് കുക്കിംഗ്. നമ്മൾ എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോകുന്നു, നല്ല പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല സീനറി ഉള്ള സ്ഥലം, അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ വല്ല ബർഗറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് അവിടെ ചില്ല് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്ററി ആയിട്ട് തരും. അതെ, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അവിടെ ക്യാമ്പിങ് ചെയ്ത് തുടങ്ങും. I want to reach 1 million likes.